അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വിചാരിച്ചു പിന്നെ ഒരു എല്ലാ കൺട്രീസും ട്രാവൽ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു, എല്ലാ കൺട്രീസും ടൂറിസ്റ്റിന് ഓപ്പൺ ആയിരുന്നില്ല, ക്ലോസ്ഡ് ആക്കി വെച്ചേക്കുമായിരുന്നു. അപ്പോഴാണ് നമ്മൾ ഷെങ്കൻ വിസ എടുക്കാം എന്നൊരു തീരുമാനത്തിലെത്തുന്നത്. ഷെങ്കൻ വിസ എടുക്കാൻ വേണ്ടി നമ്മൾ അപ്പോയിൻമെന്റ് ഒക്കെ എടുത്ത് വിസ ആപ്ലിക്കേഷൻ എല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം അപ്പോൾ നമുക്ക് അപ്പോയിൻമെന്റ് എടുക്കുന്നതിന് ഫീസ് കൊടുക്കണ്ടായിരുന്നു കേട്ടോ ഷെങ്കൻ വിസയ്ക്ക്. ഇപ്പോഴാണ് നമുക്ക് ആദ്യമേ അപ്പോയിൻമെന്റ് എടുക്കുമ്പോൾ തന്നെ ഫീസ് കൊടുക്കണം എന്നുള്ളത്. പണ്ട് അപ്പോയിൻമെന്റ് എടുക്കുമ്പോൾ നമുക്ക് ഫീസ് കൊടുക്കണം, അവിടെ ചെന്നിട്ട് ഫീസ് കൊടുത്താൽ മതിയായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. അപ്പോയിൻമെന്റിന് പോകാൻ വേണ്ടിയിട്ട് പേപ്പേഴ്സ് ഒക്കെ റെഡി ആയിട്ടിരിക്കുകയായിരുന്നു. ഐഫിൽ ടവറിന്റെ ഫ്രണ്ടിൽ പോയിട്ട് ഫോട്ടോ എടുക്കുമ്പോൾ കയ്യിൽ പിടിക്കാനുള്ള ബാഗ് വരെ ഞാൻ വാങ്ങിച്ചു. എന്നിട്ട് അപ്പോഴാണ് നമ്മുടെ അടുത്ത ബോറിസ് ജോൺസന്റെ അനൗൺസ്മെന്റ്, വി ആർ ഗോയിങ് ടു ലോക്ക്ഡൗൺ അഗെയിൻ, വീണ്ടും ലോക്ക്ഡൗൺ. അപ്പോൾ ഞങ്ങൾ നമ്മൾ TLS അപ്പോയിൻമെൻറ്റ് സെൻറ്ററിൽ വിളിച്ചു. ഞങ്ങളിങ്ങനെ അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്, ട്രാവൽ റെസ്ട്രിക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്, എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്? അപ്പോൾ നിങ്ങൾ വിസയ്ക്ക് അപ്ലൈ ചെയ്യൂ, ഞങ്ങൾ വിസ തരാതിരിക്കാം നിങ്ങളുടെ പ്രൊഫൈൽ നോക്കിയിട്ട്, പക്ഷേ ട്രാവൽ ചെയ്യാൻ നിങ്ങളുടെ ഫ്രാൻസുകാർ അവിടെ കയറ്റുമോ ഇല്ലയോ എന്നുള്ളത് ഞങ്ങൾക്കറിയില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇതിപ്പോൾ ഒരുമാതിരി ഹോളി ആഘോഷിച്ചു, പക്ഷേ കളർ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞ പോലെ ആയില്ലേ. അപ്പോൾ നമ്മൾ ആ പ്ലാൻ അവിടെ ഡ്രോപ്പ് ചെയ്തു. സോ രണ്ടാമത്തെ പ്ലാനും വീണ്ടും പ്ലാൻ